PQ is a chord of length 8 centimeter. PQ. The tangents at P and Q intersect at a point T. Find the length TP. Oh, chord PQ. This one. This tangent. This length equal ആണല്ലോ. ഈ ലെങ്ത് തന്നിട്ടുണ്ട്. ഇതും ഈക്വൽ ആണ്. നമുക്ക് ടി പിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ റേഡിയസും അറിയാം. കണ്ടല്ലോ. ലെറ്റ് പി ടി ഈക്വൽ ടു എക്സ് ആൻഡ് ആർ ടി ഈക്വൽ ടു വൈ. ഈ ലെങ്ത് എക്സ് എന്നും ഈ ദൂരം നമ്മൾ വൈ എന്നും കൺസിഡർ ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ എഴുതി പടം വരയ്ക്കുന്നത് എല്ലാവരും നോട്ട്ബുക്ക് ടെക്സ്റ്റ് നോക്കി ചെയ്യുക കേട്ടോ. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട് ദി കോഡ് എന്ന് നമുക്കൊരു പോയിന്റ് നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട്സ് ദി കോഡ്. അപ്പം ഇത് ഫുള്ളും 8 ആണ്. അപ്പൊ ഈ ദൂരവും ഈ ദൂരവും എത്ര വെച്ച് കിട്ടും? നമുക്ക് 4 വരും. അപ്പൊ പി ആർ ഈക്വൽ ടു ആർ ക്യൂ ഈക്വൽ ടു 4. ഫ്രം ട്രയാങ്കിൾ പി ആർ ടി ഇതിൽ ഇത് എക്സ്, ഇത് വൈ, ഇത് എത്ര 4. അപ്ലൈ പൈതഗോറസ് തിയറം. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് 16. ഫ്രം ട്രയാങ്കിൾ ഒ പി ടി ഈ ട്രയാങ്കിൾ കണ്ടോ? ഒ പി ടിയെ കണ്ടല്ലോ. ഒ പി ടി ഇത് 90 ഡിഗ്രി. മനസ്സിലായോ? ഒ ആർ എന്ന് പറയുന്ന ലെങ്ത്. ആംഗിൾ ഒ പി ടി 90 ഡിഗ്രി. കാര്യം എന്താ? ഇത് റേഡിയസ്, ഇത് ടാൻജന്റ്. അപ്പൊ എത്ര കിട്ടി? 90 കിട്ടി. ഇനി ഒ ആർ കണ്ടുപിടിക്കാൻ മേലേ. ഈ ദൂരം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ വെച്ച് നമുക്ക് ഈ ലെങ്ത് 3 കിട്ടി. ആ ലെങ്ത് 3 കിട്ടും. ഇനിയും ഒ ടി സ്ക്വയർ, ഈ വലിയ ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണേ. ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഒ ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? പി ടി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ. ഈ ഒ ടി ആരാ? വൈ പ്ലസ് 3. വൈ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അതാണ് ഇവിടൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു വൈ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. ബ്രാക്കറ്റ് തുറന്നു. ഇത് ഇക്വേഷൻ 2. ഞാൻ ഇക്വേഷൻ 2 മൈനസ് 1 ചെയ്യുന്നു. അപ്പൊ എൽ എച്ച് എസ് മൈനസ് ആർ എച്ച് എസ് മൈനസ് 2വിന്റെ എൽ എച്ച് എസ് മൈനസ് 1ന്റെ എൽ എച്ച് എസ്, 2വിന്റെ ആർ എച്ച് എസ് മൈനസ് 1ന്റെ ആർ എച്ച് എസ്. മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പണിങ്. പ്ലസ് വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും ക്യാൻസൽ ആയി. മൈനസ് കാരണം രണ്ടുപേരുടെ സൈൻ ചേഞ്ച് ആയി. 25 y ഈക്വൽ ടു 6y മൈനസ് 7. ഇനിയും y ഈക്വൽ ടു 16/3 കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് 16. വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തു. വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് നമ്മളെ എക്സ് സ്ക്വയർ സോൾവ് ചെയ്തെടുത്ത്. കണ്ടോ? വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് നമ്മൾ എക്സ് സ്ക്വയർ സോൾവ് ചെയ്ത്. LCM ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ അറിയാലോ. x ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 400/9 20/3. TP ഈക്വൽ ടു x ഈക്വൽ ടു 20/3. ഇതൊക്കെ ഇതുപോലെ വരച്ച് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കണം. കണ്ടോ? ആദ്യം നമ്മൾ എന്താ ചെയ്ത്? ഇതിന് x എന്ന് ഇട്ടു, ഇത് y ഇട്ടു അല്ലേ? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണല്ലോ. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളില് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഫുൾ 8 ഇത്രയും 4. ഈ ട്രയാംഗിളിനകത്ത് നിന്ന് നമുക്ക് ഈ ലെങ്ത് കിട്ടും. ഇത് റേഡിയസ് ടാൻജന്റ് ആയതുകൊണ്ട് ഇത് ഫുള്ള് 90 ഡിഗ്രി. അപ്പം വൈ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇക്വേഷൻ 2 ആക്കി. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് y സോൾവ് ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്?
ഉണ്ടോ? അപ്പം നമ്മൾ അതിനകത്തുനിന്ന് ഇതൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ബാലൻസ് വേണം. മൈനസ് കഴിഞ്ഞ് ഒന്നിൽ കൂടുതൽ മോർ ദാൻ വൺ ടേംസ് ഉണ്ടെങ്കിൽ കമ്പൽസറി ബ്രാക്കറ്റ്. അപ്പോൾ മൈനസ് വെച്ച് ഓപ്പൺ ചെയ്തു. ദെൻ y ഈക്വൽ ടു 16/3, എക്സ് സ്ക്വയർ ഈക്വൽ ടു y സ്ക്വയർ പ്ലസ് 16. അതിനകത്തുനിന്ന് നമ്മൾ ഇത് ഇവിടെ സ്ക്വയർ എടുത്ത് പിന്നെ ക്രോസിംഗ് ഒക്കെ ചെയ്ത് എൽ സി എടുക്കാനായിട്ട് ഇത് ഇവിടെ 9 അല്ലേ എൽ സി, അപ്പം ഇങ്ങനെ ക്രോസിംഗ് ചെയ്താലും കിട്ടും. എന്നിട്ട് 400/9 കിട്ടി. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് നമ്മൾ ആൻസറിൽ എത്തിച്ചേർന്ന് അങ്ങനെ എക്സ് കിട്ടി. നമ്മളുടെ എക്സ് ആണ് ടി പി എന്ന് പറയുന്ന ലെങ്ത്. ഇതൊക്കെ ഇതുപോലെ ചെയ്ത് പഠിക്കണം. ഇനിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സസൈസ് 10.2 4th 1 ഞാൻ ചെയ്തിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ അറ്റ് ദ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പാരലൽ. കണ്ടോ? പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ അറ്റ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഡയമീറ്റർ ഇവിടെയും വരച്ചിട്ടുണ്ട്. ഇത് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ എ പി ഒ റേഡിയസ് ടാൻജന്റ് മേക്സ് 90 ഡിഗ്രി. പിന്നെ ആംഗിൾ സി ക്യു ഡി ഇവിടെയും 90 ഡിഗ്രി. സം ഓഫ് ദ കോഇന്റീരിയർ ആംഗിൾസ് 180. ദെൻ ലൈൻസ് ആർ പാരലൽ. Sum of the co-interior angles 180. കണ്ടോ? Therefore AB parallel to CD. Prove that the perpendicular at the point of contact to the tangent to a circle passes through the center. We know that a tangent at any point of a circle is perpendicular to the radius through the point of contact and the radius essentially passing through the center of the circle. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടു ദ ടാൻജന്റ് ടു എ സർക്കിൾ പാസസ് ത്രൂ ദ സെന്റർ. ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ സെന്ററിൽ കൂടെ പാസ് ചെയ്യുമെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം റേഡിയസ് ടാൻജന്റ് പെർപെൻഡിക്കുലർ അല്ലേ, അപ്പൊ റേഡിയസ് ആരാ? സെന്റർ കണ്ടെയ്ൻ ചെയ്യത്തില്ലേ? പക്ഷെ ഇതുപോലെയൊക്കെ എഴുതണം. വി നോ ദാറ്റ് ടാൻജന്റ് അറ്റ് any point of the circle is perpendicular to the radius through the point of contact and the radius essentially passing through the center of the circle. Therefore, perpendicular at the point of contact to the tangent to a circle passes through the center. അടുത്ത നോക്കിക്കേ. ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഫ്രം എ പോയിന്റ് at a distance 5 cm from the center of the circle is 4 cm. Find the radius of the circle. കണ്ടോ? സെന്ററിൽ നിന്ന് ഔട്ട്സൈഡിലേക്കുള്ള പോയിന്റ് എത്ര ഡിസ്റ്റൻസിലാണ്? 5 സെന്റിമീറ്ററിൽ. ടാൻജന്റിന്റെ ലെങ്തും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റേഡിയസ് ടാൻജന്റ് മേക്സ് 90 ഡിഗ്രി. Therefore OP equal to root of 5 square minus 4 square. മനസ്സിലായില്ലേ? അടുത്തത് നോക്കിക്കേ. ടു കോൺസെൻട്രിക് സർക്കിൾസ് ആർ ഓഫ് റേഡിയായി 5 cm and 3 cm. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ വിച്ച് ടച്ചസ് ദ സ്മോളർ സർക്കിൾ. ഇതൊക്കെ ഭയങ്കര ഒരു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ നമ്മൾ ഇതേപോലെ ഒരു സംഭവം വന്നായിരുന്നല്ലോ, വെരി ഇമ്പോർട്ടന്റ്. AB is a tangent of the smaller circle. കണ്ടോ? റേഡിയസ് ടാൻജന്റ് പെർപെൻഡിക്കുലർ, അപ്പൊ ഇവിടെ 90 ഡിഗ്രി വരും. വലിയ സർക്കിളിന്റെ റേഡിയസ് 5 cm, ചെറുതിന്റെ റേഡിയസ് സ്മോളർ സർക്കിളിന്റെ റേഡിയസ് 3 cm. ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. Therefore AP equal to root of 5 square minus 3 square. ഈ ലെങ്ത് കിട്ടും. ഈ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാലോ എന്താ ചെയ്യേണ്ടത്? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്സ് ദി കോഡ്. അപ്പൊ ഈ ലെങ്തും ഈക്വല്, ആ രണ്ട് ലെങ്തും ഈക്വൽ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ AB ഈക്വൽ ടു 2 into AP. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്സ് ദി കോഡ്. A quadrilateral ABC is drawn to the circumcircle of a circumscribed circle. Prove that AB plus CD equal to AD plus BC. Very important. ഇങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ കയറും.
നോക്കിക്കേ, സർക്കംസ്ക്രൈബ് എന്ന് വെച്ചാൽ ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡിലും ടച്ച് ചെയ്താണ് സർക്കിൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തിയറം പഠിച്ചിരുന്നു. അതെന്തായിരുന്നു? ടാൻജൻസ് ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സർക്കിൾ ആർ ഈക്വൽ. കണ്ടോ, ഇത് എക്സ്റ്റേണൽ പോയിന്റ്, ഇങ്ങോട്ടുള്ള ടാൻജൻസ് ആയ എ എസും എ പിയും ഈക്വല്, ബി പി ഈക്വൽ ടു ബി ക്യു, സി ആർ ഈക്വൽ ടു സി ക്യു, ഡി ആർ ഈക്വൽ ടു ഡി എസ്. കണ്ടല്ലോ, ആഡിങ് ഇക്വേഷൻ 1, 2, 3 and 4 എന്ന് വെച്ചാൽ LHS പ്ലസ് ചെയ്യണം, RHS പ്ലസ് ചെയ്യണം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എ പി ഈക്വൽ ടു എ എസ്. അടുത്തത് എ പിയുടെ സൈഡ്, ലെഫ്റ്റ് സൈഡിൽ ബി പി തന്നെ വരണം. ബി ക്യു ഈക്വൽ ടു ബി പി എന്ന് എഴുതിയാൽ ആഡ് ചെയ്താൽ ആൻസർ കിട്ടത്തില്ല, പിന്നെ കിടന്ന് കറങ്ങും. അത് ശ്രദ്ധ വേണം. അപ്പൊ ഇവിടെ വരുമ്പോ ബി ക്യൂവിന്റെ സൈഡിൽ വേണം സി ക്യു വരേണ്ടത്. സി ക്യു ഈക്വൽ ടു സി ആർ. അടുത്തത് എഴുതുമ്പം സി ആറിന്റെ സൈഡിൽ തന്നെ ആര് കിട്ടണം? ഡി ആർ വേണം. എ എസിന്റെ സൈഡിൽ തന്നെ ഡി എസ് വേണം. എന്നാലേ ഇങ്ങനെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. കണ്ടോ, എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പം എ പി പ്ലസ് ബി പി ആരാ? എ ബി. ഇതാരാ? സി ഡി. ഇതാരാ? എ ഡി. ഇതാരാ? ബി സി. നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യം എത്തിച്ചേർന്നല്ലോ. ഇവിടം വരെ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം ഇന്ന്.